Hi my friends, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സിമ്പിൾ പാസ്റ്റും പ്രസന്റ് പെർഫെക്റ്റും തമ്മിലുള്ള വ്യത്യാസമാണ്. സിമ്പിൾ പാസ്റ്റ് നമുക്കറിയാം, ഘടനാപരമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റില് സബ്ജക്റ്റ് പ്ലസ് സെക്കൻഡ് ഫോം ഓഫ് ദ വെർബ്, അതായത് ഐ റോട്ട്, ഐ ഏറ്റ്, ഐ സാങ്, ഇങ്ങനെയുള്ള എന്താണ് സബ്ജക്റ്റും വെർബും ആണ് സിമ്പിൾ പാസ്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ സബ്ജക്റ്റ് ഹാവ്, തേർഡ് ഫോം ഓഫ് ദ വെർബ്, ഐ ഹാവ് ഡൺ, ഐ ഹാവ് ഈറ്റൻ, ഐ ഹാവ് സങ് എ സോങ്. ഇനി ഇത് ഉപയോഗിക്കുന്ന സന്ദർഭം പറയാം. ഐ റോട്ട് ആൻ എക്സാം എന്ന് പറഞ്ഞാൽ ഞാനൊരു പരീക്ഷ എഴുതി, അത്രേ ഉള്ളൂ. ഞാനൊരു പരീക്ഷ എഴുതി. അത് കഴിഞ്ഞ വർഷമോ ലാസ്റ്റ് വീക്കോ ഇന്നലെയോ കഴിഞ്ഞ നൂറ്റാണ്ടിലോ നമ്മൾ ജനിക്കുന്നതിന് മുമ്പോ ഏതാണെങ്കിലും നമ്മൾ ആ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റില്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന് ശേഷം ചെയ്യാനുള്ള പ്രവൃത്തി അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും. അതായത് ഐ ഹാവ് റിപ്പയർഡ് മൈ കാർ, നൗ ഇറ്റ് ഈസ് ബീങ് ക്ലീൻ. ഞാൻ എന്റെ കാർ റിപ്പയർ ചെയ്തു, ഞാൻ ഇപ്പം അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം സിമ്പിൾ പാസ്റ്റിലാണെങ്കിൽ ഐ റിപ്പയർഡ് മൈ കാർ യെസ്റ്റർഡേ, അത്രേ ഉള്ളൂ. നിന്റെ കാറ് ക്ലീൻ ആണല്ലോ, അത് എപ്പോഴാണ് ചെയ്ത്, അത് ഇന്നലെ എന്ന് പറയില്ലേ. ആ റിപ്പയർഡ് മൈ കാർ യെസ്റ്റർഡേ എന്ന് പറയുമ്പോൾ ആ ഒരു കാര്യം പറയാൻ മാത്രമേ ഉള്ളൂ. സിമ്പിൾ പാസ്റ്റും പ്രസന്റ് പെർഫെക്റ്റ് ടെൻസും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഐ റോട്ട് ആൻ എക്സാം യെസ്റ്റർഡേ, ഐ റോട്ട് ആൻ എക്സാം ലാസ്റ്റ് വീക്ക്, ഐ റോട്ട് ആൻ എക്സാം ലാസ്റ്റ് ഇയർ. ഈ നമ്മൾ പറയുന്ന പ്രവൃത്തിയുടെ കൂടെ യെസ്റ്റർഡേ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ, 10 years ago എന്നൊക്കെ പറയുമ്പോൾ അത് സിമ്പിൾ പാസ്റ്റ് ടെൻസും, ടുഡേ, ദിസ് വീക്ക്, ദിസ് ഇയർ, നൗഡേയ്സ്, റീസെന്റ്ലി, ദിസ് മന്ത്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഇങ്ങനെയുള്ള കാലഘട്ടത്തിലൊക്കെ നമ്മൾ ചെയ്ത പ്രവൃത്തികൾ പറയുമ്പോൾ അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലും ആയിരിക്കണം. അതായത് ദിസ് വീക്ക് ഐ ഹാവ് സീൻ എ മൂവി, ഈ ആഴ്ച ഞാനൊരു സിനിമ കണ്ടു. ഐ ഹാവ് സീൻ ദാറ്റ് മൂവി ദിസ് ഇയർ, ആ സിനിമ ഞാൻ ഈ വർഷം കണ്ടു. ഐ റെഡ് ദാറ്റ് ബുക്ക് ദിസ് ഇയർ, ആ ബുക്ക് ഞാൻ ഈ വർഷം വായിച്ചു. അല്ലെങ്കിൽ ഐ ഹാവ് സീൻ ആൻ ഓൾഡ് ഫ്രണ്ട് ഓഫ് മൈൻ ദിസ് വീക്ക്, ഞാൻ എന്റെ ഒരു പഴയ ഫ്രണ്ടിനെ കണ്ടു ഈ ആഴ്ച. കഴിഞ്ഞ വർഷമാണെങ്കിലോ, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ ആഴ്ചയാണെങ്കിലോ ഐ സോ ആൻ ഓൾഡ് ഫ്രണ്ട് ഓഫ് മൈൻ, കഴിഞ്ഞ ആഴ്ച ഐ സോ ആൻ ഓൾഡ് ഫ്രണ്ട് ഓഫ് മൈൻ ലാസ്റ്റ് വീക്ക്, കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ ഒരു പഴയ ഫ്രണ്ടിനെ കണ്ടു. വെൻ ഐ വെന്റ് ദേർ ഐ സോ ആൻ ഓൾഡ് ഫ്രണ്ട് ഓഫ് മൈൻ ലാസ്റ്റ് ഇയർ, ഞാൻ അവിടെ പോയപ്പോൾ, കഴിഞ്ഞ വർഷം ഞാൻ അവിടെ പോയപ്പോൾ ഒരു പഴയ ഫ്രണ്ടിനെ കണ്ടു. ഇതാണ് ഇത് തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഇത് ഓർമ്മിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ പാസ്റ്റും പ്രസന്റ് പെർഫെക്റ്റ് ടെൻസും ഉപയോഗിക്കേണ്ട വിധം മനസ്സിലായി. പ്രധാന വ്യത്യാസം അതിന്റെ കൂടെ നമ്മൾ സൂചിപ്പിക്കുന്ന സമയത്തിലാണ്. ഐ റെഡ് എ ബുക്ക് യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ ഒരു ബുക്ക് വായിച്ചു. ഐ സോ എ മൂവി ലാസ്റ്റ് ഇയർ, ഞാൻ കഴിഞ്ഞ വർഷം ഒരു മൂവി കണ്ടു. ഐ സോ ആൻ ഓൾഡ് ഫ്രണ്ട് ഓഫ് മൈൻ ലാസ്റ്റ് വീക്ക്, കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ ഒരു പഴയ ഫ്രണ്ടിനെ കണ്ടു. I sat for IELTS exam last year. I sat for IELTS exam 2 years ago. 2 വർഷം മുമ്പ് ഞാൻ IELTS എക്സാമിന് ഇരുന്നു. ഇങ്ങനെ ഇന്നലെ മുതൽ പുറകോട്ട് പോകുന്നതിനൊക്കെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാം. എന്നാൽ ടുഡേ, ദിസ് മോർണിംഗ്, ദിസ് വീക്ക്, ദിസ് ഇയർ, ദിസ് ഇയറ, നൗഡേയ്സ്, റീസെന്റ്ലി, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ കൂടെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. ദിസ് മോർണിംഗ് I have eaten my breakfast. This week I have seen a movie. This year I have seen a movie. This month I have seen a movie. I have seen a movie recently. ഇതാണ് സിമ്പിൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, പ്രകടമായ വ്യത്യാസങ്ങൾ. അപ്പൊ ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ചോദിക്കുക, അതിന് ഞാൻ മറുപടി ഇടുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ബൈ.